നമസ്കാരം. പശ്ചിമേഷ്യയിൽ വൻ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അമേരിക്കയുടെ യുദ്ധ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ലക്ഷ്യം ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടമാണ്. അമേരിക്കൻ നാവികസേനയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും അതിൻ്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും ഇന്ത്യൻ സമുദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മലാക്ക കടലിടുക്ക് കടന്ന കപ്പൽപ്പട പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മലാക്ക കടലിടുക്ക് കടന്ന കപ്പൽപ്പട പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മറൈൻ ട്രാഫിക് ഡേറ്റകൾ സ്ഥിരീകരിക്കുന്നു. സ്ട്രൈക്ക് ഗ്രൂപ്പിലെ യുദ്ധക്കപ്പലുകളായ USS പ്രൂവൻസ്, USS മെക്കൽ മർഫി, USS ഫ്രാങ്ക് പീറ്റേഴ്സൺ തുടങ്ങിയവ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളാൽ സജ്ജമാണ്. ഏത് ദൂരപരിധിയിലുള്ള ശത്രു സങ്കേതത്തെയും തകർക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. 5ാം തലമുറയിൽപ്പെട്ട F-35C സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും 3 സ്ക്വാഡ്രൺ FA-18 യുദ്ധവിമാനങ്ങളും ഈ വിമാനവാഹിനി കപ്പലുകളിലുണ്ട്. കൃത്യതയാർന്ന ആക്രമണങ്ങൾക്കും പ്രതിരോധത്തിനും ഇത് അമേരിക്കയെ സഹായിക്കും. ഇറാനിൽ വൻ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. ജനജീവിതം ദുരിതപൂർണമാക്കി മാറ്റിയ ഖമൈനി ഭരണകൂടം രാജിവെക്കണം എന്നതാണ് ആവശ്യം. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടന്ന ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ആണവ ഭീഷണിയായി മാറാൻ ശ്രമിച്ച ഇറാനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം രാജ്യത്തെ സാമ്പത്തികമായി തകർത്തു. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം രാജ്യത്തെ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന ഭരണകൂടമാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തതെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ അതിരൂക്ഷമായ ക്ഷാമം നേരിടുകയാണ്. വിലക്കയറ്റം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പരാജയപ്പെട്ട ഭരണകൂടത്തെ പുറത്താക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഹിജാബ് ധരിക്കാത്തതിന് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം മഹ്സ അമിനി എന്ന യുവതിയെ ലോക്കപ്പിലിട്ട് കൊലപ്പെടുത്തിയ ശേഷം നടന്ന വൻ ജനകീയ പ്രക്ഷോഭം അന്ന് ഖമൈനി ഭരണകൂടം അടിച്ചമർത്തിയിരുന്നു. ഇറാൻ ജനതയുടെ പ്രതിഷേധം ലോകത്തെ അറിയിക്കാൻ സാധിച്ചെങ്കിലും പ്രക്ഷോഭം പൂർണ്ണമായും ഇസ്ലാമിക ഭരണകൂടം അടിച്ചമർത്തി. എന്നാൽ രാജ്യം തകർന്ന് തരിപ്പണമായതോടുകൂടി ഈ പ്രക്ഷോഭം പുനരാരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാനിൽ പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. നൂറുകണക്കിന് പ്രക്ഷോഭകാരികളെ ഇതിനോടകം തന്നെ ഭരണകൂടം കൊന്നു തള്ളി. ഇറാനിൽ ഭരണമാറ്റം ആവശ്യമാണെന്നും പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ഇടപെടുമെന്നും ഇതോടെ അമേരിക്ക നിലപാടെടുത്തു. പ്രക്ഷോഭകാരികൾക്കെതിരെ ഇസ്ലാമിക ഭരണകൂടം നടപടി തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ വമ്പൻ സേനാ നീക്കം. അറബിക്കടൽ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്കയുടെ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. ഏത് സമയവും അമേരിക്കയുടെ ആക്രമണം പ്രതീക്ഷിക്കുകയാണ് ഇറാനും. യുദ്ധത്തിൽ സർവ്വതും നശിച്ചാലും അധികാരമൊഴിയില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്ലാമിക ഭരണകൂടം. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ മിസൈൽ തൊടുക്കുക ഇസ്രായേലിലേക്കായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇസ്രായേലും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ സംരക്ഷിക്കാനുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക ഒരുക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള പരിമിതമായ ആക്രമണമായിരിക്കും അമേരിക്ക നടത്തുക എന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ പ്രക്ഷോഭകാരികളെ അമേരിക്ക പിന്തുണയ്ക്കുന്നു. ലക്ഷ്യം ഭരണകൂടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേലയിലേതിന് സമാനമായ, ഒരുപക്ഷെ അല്പം കൂടി വ്യത്യസ്തമായ സൈനിക ഇടപെടലായിരിക്കും അമേരിക്ക ഇറാനിൽ നടത്തുക. ഇസ്രായേൽ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചാൽ പ്രതിരോധിക്കുക മാത്രമായിരിക്കും അമേരിക്കൻ കപ്പൽ പടയുടെ കർത്തവ്യം. ഒപ്പം വൻ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.